ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഇനി മുതൽ ചെലവ് വർദ്ധിക്കുമെന്നതും യാത്രാസമയം കൂടും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ വ്യോമപാത വിലക്ക് ഏർപ്പെടുത്തിയതോടെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ ഇന്ധന ചെലവ് വർദ്ധിക്കും. വഴിതിരിച്ചു വിടുന്നതോടെ സമയദൈർഘ്യം കൂടുന്നതും എയർ ഇന്ത്യ, ഇൻഡിഗോ അടക്കമുള്ള കമ്പനികളുടെ ചെലവ് വർദ്ധിക്കാൻ ഇടവരുത്തും. എന്നാൽ അന്താരാഷ്ട്ര വിമാന കമ്പനികളെ വിലക്ക് പ്രതികൂലമായി ബാധിക്കില്ല. ഫ്ലൈറ്റ് റഡാർ 24 ട്രാക്കിംഗ് വെബ്സൈറ്റ് നൽകുന്ന വിവരമനുസരിച്ച് എയർ ഇന്ത്യയും ഇൻഡിഗോയും ന്യൂയോർക്ക്, അസർബൈജാൻ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെയാണ് വ്യോമാതിർത്തി വിലക്കിന്റെ ആഘാതം പുറത്തുവന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളവും വ്യോമപാത വിലക്കിന്റെ രൂക്ഷത ഏറെ അനുഭവിക്കേണ്ടി വരികയാണ്. ഇവിടെ നിന്നുള്ള വിമാനങ്ങൾ പാക് പാത ഒഴിവാക്കി പടിഞ്ഞാറൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വഴിമാറുന്നത് ഇന്ധന ചെലവിൽ വർധനവ് സൃഷ്ടിക്കും. യാത്രാസമയവും അധികരിക്കും. സിറിയം അസെന്റിൽ നിന്നുള്ള രേഖയനുസരിച്ച് ഇൻഡിഗോ, എയർ ഇന്ത്യ, ബജറ്റ് വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ ഈ മാസം ന്യൂഡൽഹിയിൽ നിന്നും യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 1200 വിമാനങ്ങളാണ്. ന്യൂഡൽഹിയിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാനങ്ങൾ 1 മണിക്കൂറോളം അധികം പറക്കേണ്ട സാഹചര്യമാണ്. അധിക ദൂരം പറക്കേണ്ടതിന് അധിക ഇന്ധന കാർഗോയും ആവശ്യമായി വരുമെന്ന് പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച വ്യോമയാന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ചില സർവീസുകളെ വിലക്ക് ബാധിക്കുമെന്നും ഇൻഡിഗോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വടക്കേ അമേരിക്ക, UK, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ബദൽ പാത കണ്ടെത്താൻ ശ്രമം നടത്തിയെന്നാണ് എയർ ഇന്ത്യ അറിയിക്കുന്നത്. വിലക്ക് എയർ ഇന്ത്യയുടെ ദീർഘദൂര, അതിദീർഘദൂര സർവീസുകളെയാവും ഏറ്റവും പ്രതികൂലമായി ബാധിക്കുകയെന്ന് വ്യോമയാന കേന്ദ്രീകൃത വെബ്സൈറ്റായ ലൈവ് ഫ്രം അലൗഞ്ച് സ്ഥാപകൻ അജയ് അവ്താനി പറഞ്ഞു.